എന്തായാലും ഓണക്കാലത്ത് ഇനി ഓണക്കളികളുടെ കാഴ്ചകൾ കൂടിയുണ്ട്. അത്തരത്തിലുള്ള ഓണക്കളികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പകിടകളി. കോട്ടയം കുറിച്ചിയിൽ കർക്കിടകത്തിൽ ആരംഭിക്കുന്ന പകിടകളി ഉത്രാടത്തിനാണ് കലാശിക്കുക. പകിടക്കളം ഉഷാറാണ്. ഓണക്കാലമായാൽ ഓരോ നാടിനും ഓരോ താളമായിരിക്കും. ചില നാടിന് വള്ളംകളിയുടെ വാശിയും വള്ളംകളിയുടെ താളവും വായ്ത്താരികളുമായിരിക്കും. ചില നാടിനാകട്ടെ പുലികളിയുടെ മണിക്കിലുക്കമായിരിക്കും. പക്ഷേ കുറിച്ചിക്ക് പകിടകളിയുടെ താളമാണ്. അതായത് ഈ പകിടക്കളത്തിൽ വാശിയും വീറുമെല്ലാം അത്യുന്നതിയിലെത്തുന്ന പകിടക്കളത്തിലെ ഓണാവേശം. പകിടകളി മത്സരത്തിൽ ഒരു ടീമിൽ 2 പേര് വെച്ച് 4 കളിക്കാരാണ് പകിടകളി മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അവർ എതിർ ദിശയിൽ, ഒരു ടീമിലെ അംഗങ്ങൾ എതിർ ദിശയിലായിട്ടാണ് ഇരിക്കുന്നത്. പകിടയിൽ 1 മുതൽ 1, 3, 6, 4 എന്നിങ്ങനെയാണ് എണ്ണങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നത്. 2 പകിട ചേർത്ത് വെച്ചിട്ടാണ് പകിട കളിക്കുന്നത്. രണ്ട് ടീമിൻ്റെയും ഈ കായ് വരുന്നതനുസരിച്ച് 4 കായ്കളും ഇതിനുള്ളിലേക്ക് കയറും. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ടീമിൻ്റെയും 4 കായ്കളും ഉള്ളിലേക്ക് കയറും. അങ്ങനെ ഈ കായ്കൾ ഇങ്ങനെ മൂവ് ചെയ്ത് 2 ടീമിൻ്റെ ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ വന്നിട്ട് ഇപ്പം ഈ സൈഡിൽ നിന്ന് കയറുന്ന ആളുടെ ആണെങ്കിൽ ഇവിടുന്ന് അടുത്ത കളത്തിൽ ഇങ്ങനെയാണ് കയറുന്നത്. ഇങ്ങനെ കയറുക, ഇങ്ങനെ കയറി ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു 4 കായ്കൾ ഇതിനുള്ളിലേക്ക് വരും. അത്ര നിസ്സാരമല്ല പകിടകളി. അറിയാമല്ലോ, രാജ്യം പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട് പകിടക്കളത്തിൽ പഞ്ചപാണ്ഡവന്മാർക്ക്. തന്ത്രവും നിയമവും അറിഞ്ഞ് കളിച്ചില്ലെങ്കിൽ പണി പാളും. ഈ ആൾക്കൂട്ടത്തിന് നടുവിൽ തോറ്റുപോകും. അത് വളരെ വലിയ ക്ഷീണമാണ്. ഇതിനകത്ത് മെയിനായിട്ട് കാണികളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആവേശം. ഓരോരുത്തർ ഓരോ പക്ഷം പിടിക്കും. അപ്പം ഞാനായാലും നമ്മളെ സംബന്ധിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ കൈ നോക്കണം. ഈ വരയാണ് മെയിനായിട്ട്. റെഫറി ഒരു മിനിറ്റ് കണ്ണ് മാറിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കേൾക്കേണ്ടി വരും. അപ്പം പിന്നെ ഫൗള് എന്ന് പറഞ്ഞാൽ തർക്കം എന്ന് പറയാൻ അങ്ങനെയില്ല. നമുക്ക് തീർക്കാവുന്ന കാര്യങ്ങൾ, തർക്കങ്ങൾക്കൊക്കെ നമുക്കൊരു പരിഹാരമുണ്ട്. എല്ലാ ടീമുകളും കളിക്കുന്നതിന് പോലെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് കളിപ്പിക്കുന്നത്. പകിടക്കളത്തിലെ ഏറ്റവും ആവേശം നൽകുന്ന ഒരു വ്യക്തിയാണ് നമ്മോടൊപ്പം ഉള്ളത്. ഈ നാട്ടുകാർ മുഴുവൻ പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ചുറുചുറുക്കുള്ള ആള് ചേർന്നാണെന്നാണ്. ഇതിന് വാശിയുണ്ട്. അതിൽ ഒരു വർഷം നമ്മൾ പിടിച്ച് നിൽക്കുക, വാശിക്ക് വേണ്ടി അങ്ങനെ നിൽക്കും. ഞാൻ നേരത്തെ കളിച്ചോളൂ, ഇപ്പൊ കളിച്ചില്ലെന്നാണ്. നമ്മളെ കളിച്ചോളൂ വാശി വെക്കുന്ന പോരാന്നാണോ പറയുന്നത്? അല്ല, പകിട നീട്ടി വിട്ടണം. ഇവിടെ ചുമ്മാ തോണ്ടി അങ്ങോട്ട് അറിയുക. അങ്ങനെ കൂട്ടുകാരാരാ ഇവിടെ? പകിട കൂട്ടുകാരെല്ലാം പോയി. വാശിക്കും ആവേശത്തിനുമൊന്നും ഒട്ടും കുറവില്ലെങ്കിലും സൗഹൃദമാണ് കളിക്കളത്തിലെ പ്രധാന കരുവ്. ഉത്രാടത്തിനാണ് ഫൈനൽ. അന്നറിയാം പകിടക്കളത്തിലെ രാജാവാരാണെന്ന്. ക്യാമറമാൻ മനോജ് വട്ടിയൂർക്കാവിനൊപ്പം മിഥുൻ അയ്യപ്പൻ, ജനം, കോട്ടയം.